നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന ഒരു ആപ്തവാക്യം ഉണ്ടായിരിക്കട്ടെ. എന്താണ് ഈ ആപ്തവാക്യം? നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ഒരു വചനം. അതാണ് ആപ്തവാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് പലപ്പോഴും ഏതെങ്കിലും മഹത് വ്യക്തികൾ പറഞ്ഞതായിരിക്കാം, ഇല്ലെങ്കിൽ ബൈബിളിൽ ഇഷ്ടംപോലെ ആപ്തവാക്യങ്ങൾ നമുക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിൽ നിന്ന് നമ്മൾ ഉരുത്തിരിച്ചെടുത്ത ഏതെങ്കിലും ഒരു വചനമാകാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ പാരൻസോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ തളരാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു ആപ്തവാക്യം നമുക്ക് കൈമുതലാക്കി വെക്കാം. പലപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ഈശോ പറഞ്ഞ ആ ഒരു വചനം. അത് ഞാൻ എൻ്റേതാക്കി മാറ്റിക്കൊണ്ട് ഞാൻ ഭയപ്പെടില്ല, ദൈവം എൻ്റെ കൂടെയുണ്ടെന്നാക്കി മാറ്റുകയാണെങ്കിൽ ആ ഒരു വചനം മാത്രം മതി എന്നെ ധൈര്യപ്പെടുത്താനായിട്ട്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അത് ബൈബിളിൽ തന്നെ പറയുന്നത്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് എൻ്റേതായ രീതിയിൽ മാറ്റിക്കൊണ്ട് എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടോ എൻ്റെ അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്ന ചില മിസ്റ്റേക്സ് ഞാൻ പലപ്പോഴും അതെൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം വരുത്തിയതാണ്, അല്ലെങ്കിൽ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലല്ലോ, ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഒന്നെങ്കിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞോ അത് നന്മയ്ക്കായി പരിണമിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇത്തരത്തിലൊരു വചനം നിങ്ങളുടെ കൈമുതലായിട്ട് സൂക്ഷിക്കുക. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ പരീക്ഷിച്ചറിയാൻ. ഇങ്ങനെ പരീക്ഷിച്ചറിഞ്ഞു എന്ന് പറയുന്നൊരു ദൈവത്തെ നമുക്ക് വേറെ എവിടെയാണ് കിട്ടുക? അതുകൊണ്ട് ആ ദൈവം പറഞ്ഞ വചനങ്ങളും ആ ദൈവത്തിൻ്റെ വാക്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉരുവിട്ടുകൊണ്ട് അത് സത്യമാണോ, ദൈവം പറഞ്ഞത് സത്യമാണോ, നേരാണോ, നുണയാണോ എന്നൊക്കെ ഒന്ന് നമുക്ക് പരീക്ഷിച്ചറിയാം. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആപ്തവാക്യം സ്വന്തമാക്കുക. ആ ഒരു ആപ്തവാക്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ വഴി നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.